ബംഗ്ലാദേശ് ബോർഡറിൽ ഈ ബോർഡർ ഫോഴ്സുകൾക്കിടയിൽ അതിൻ്റെ രണ്ട് ബാബുഡ് വയസ്സിൻ്റെ ഇടയിൽ ഫാമിലീസ് കുടുങ്ങിപ്പോയിട്ട് ആഴ്ചകളോളം അതിൽ കുടുങ്ങിപ്പോയ കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. നോമാൻസ് ലാൻഡിൽ അതായത് ചെറിയൊരു ഏരിയയിൽ തന്നെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നില്ല. അതേസമയം രണ്ടുപേരും അതായത് ഫോഴ്സസ് കണ്ടു, ഇവരെ പിടിച്ചു, പക്ഷെ ആരും പിടിച്ചിട്ടില്ല. അപ്പുറത്തുള്ള ആൾക്കാരും പിടിച്ചില്ല, ഇപ്പുറത്തെ ആളും പിടിച്ചില്ല. അവരവിടെ കുടുങ്ങി കിടക്കാണ്. ഈ നോമാൻസ് ലാൻഡ് ഒരുപാട് ഉണ്ടാവുമോ? ചെറിയൊരു ഏരിയ. അവിടെ ശരിക്കും ബോർഡർ മൊത്തത്തിൽ എന്ത് ചെയ്തിട്ടില്ല, ഫെൻസിങ് നടന്നിട്ടില്ല. ഇപ്പൊ ഇന്ത്യ വലിയൊരു പ്രൊജക്ട് നടത്തുന്നുണ്ട്, അവിടെ മൊത്തം ഫെൻസ് ചെയ്യാൻ. നേരത്തെ മുർഷിദാബാദിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യലുണ്ടായിരുന്നു, അങ്ങോട്ടേക്ക് പോയി കല്യാണം കഴിക്കുകയും ഇങ്ങോട്ടേക്ക് വരും. നമ്മളിപ്പോൾ പറയുന്ന ബംഗ്ലാദേശി എന്നൊക്കെ പറയുന്ന ആൾക്കാർ ചിലർ അങ്ങോട്ട് പോയി. ഈ അതിർത്തികൾ എന്നുള്ളത് മനുഷ്യന്മാർ വരച്ചുണ്ടാക്കിയാണല്ലോ. ചില മനുഷ്യന്മാർ വേറെ എവിടെ നിന്നോ വരക്കുന്ന സാധനമാണ്. ആളുകൾ ചിലപ്പോൾ അത് മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. ഈ ബാഡ്മീറിൽ ഫർമീസ് പറഞ്ഞ കഥയിലൊക്കെ ഉണ്ടാകുന്ന സാധനമാണ്. മുസ്ലിങ്ങൾ എന്ത് ചെയ്തു, രാജസ്ഥാനും മറ്റു സ്റ്റൈലിൽ നിന്നൊക്കെ ഓടിപ്പോയി. എന്ത് ചെയ്ത് പാർട്ടീഷൻ്റെ സമയത്ത് എന്ത് ചെയ്തു, ഓടിപ്പോയി മണലാരണ്യത്തിൻ്റെ നടുവിൽ പോയിട്ട് നിന്നു. അവിടെ ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം കണ്ടപ്പോൾ അവിടെ പോയി നിർത്തി. അവർ വിചാരിച്ച പാകിസ്ഥാനിലെത്തി എന്നുള്ളത്. ബോർഡർ വരച്ചപ്പോഴാണ് ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് കൂടിയാണ് ബോർഡർ വന്നത്. അതുകൊണ്ട് ഇന്ത്യക്കാരായി. അപ്പോൾ ഇന്ത്യക്കാരെല്ലാം അഭിമാനിക്കുകയും സന്തോഷം വെക്കുകയും ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. പക്ഷെ അവരന്ന് അവിടുത്തെ നടന്നിട്ടുള്ള വംശീയത്യ സ്വാഭാവികമായിട്ട് പാർട്ടീഷൻ വയലൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വയലൻസിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആൾക്കാരാണ്. എനിക്കിതിൽ ചോദിക്കാനുള്ള ഈ ബോർഡർ ഇതൊക്കെയാണല്ലോ ഒരു ആളുകളെ ഭയങ്കര സ്റ്റേറ്റ്ലെസ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ എല്ലാ ഇപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ ഒരു ഭീകരത ഒക്കെ പറയുമ്പോഴും ഇവർ ചെയ്ത തെറ്റെന്താണ്, അങ്ങനൊരു ആലോചന ഉണ്ടല്ലോ. ഇവരെങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്നതിൽ ഇവരെ എല്ലാ അവകാശങ്ങളിൽ നിന്നും ആ അവകാശങ്ങൾ കിട്ടാനുള്ളൊരു ബേസിക് അവകാശമായിട്ട് ഈ ഒരു പൗരത്വം അല്ലെങ്കിൽ ഈ സ്റ്റേറ്റിൻ്റെ ഉള്ളിലാവുക, ബോർഡറിൻ്റെ ഉള്ളിലാവുക എന്നൊക്കെ പറയുമ്പോൾ ഒരു പൗരൻ എന്നുള്ള ആശയം അപരനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആശയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിഫൈനേഷൻ, ഒരു ഫിൽട്രേഷൻ വേണം എന്ന് തോന്നുന്നിടത്തിലാണ് അതിൻ്റെ ഒരു ജനസിസ് തന്നെ അതാണ്. ഒരു സിറ്റിസൺ ഉണ്ടാകുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു ഏലിയൻ ഉണ്ടാവണം. അപ്പം ഏലിയനായിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യണം, അവർക്കൊരു അവകാശങ്ങൾ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ ഡെഫിനേഷൻ ആളുകളെ മാറ്റുക എന്നുള്ളതാണ്. പൗരത്വമില്ലാത്ത ആളുകൾ ഇന്ത്യയിൽ പോലും എന്തൊക്കെ സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ 2018 ആസാമിൽ പോകുന്നത്. ആസാം ഞാനും അഫ്സൽ റഹ്മാൻ ചെയ്യുന്നുണ്ട്. അന്ന് ഡൽഹിയിൽ ആസാമിൽ നിന്നൊരു ഡെലിഗേഷൻ വന്നിട്ട് അവിടെ നടക്കുന്ന പൗരത്വ പ്രശ്നം, അതായത് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണലുണ്ട്. അപ്പം അവർ എന്ത് ചെയ്യും, ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞിട്ട് 100 ഫോറിനേഴ്സ് ട്രിബ്യൂണലുണ്ട്. അപ്പം അവരെ കോട്ടയാണ്. നല്ലോണം ആൾക്കാർ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ നിന്ന് പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിക്കണം. കോട്ട തേക്കാത്ത അല്ലെങ്കിൽ കോട്ടയിൽ എന്തായിരുന്നു പെർഫോമൻസ് കുറയുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ അടച്ചു പൂട്ടിയിട്ടുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നടക്കുന്ന, അതായത് കുത്തിനും കോമക്കും ഒന്നുമില്ലെങ്കിലും വെറുതെ പൗരന്മാരെ എന്തായിരുന്നു ഡൗട്ട്ഫുൾ വോട്ടേഴ്സ് ആക്കുന്ന സ്റ്റേറ്റാണ് ആസാം. അവിടെയാണ് NRC ഒക്കെ സംഭവിക്കുന്നത്. നമ്മൾ NRC CA എന്നുള്ള ത്രെറ്റ് കേൾക്കാന്നുള്ളതിന് പകരം എക്സ്പീരിയൻസ് ചെയ്ത സ്ഥലമാണല്ലോ ആണ് അത്. അപ്പം അവിടെ ജയിലുകളിൽ കിടക്കുന്ന ആളുകൾ, വർഷങ്ങളായിട്ട് ജയിലുകളിൽ കിടക്കുന്ന, തെറ്റിപ്പോയി ജയിലിൽ കിടക്കുന്ന ഒരു സ്ത്രീനൊക്കെ നമ്മൾ കണ്ടിരുന്നു. അതായത് ആ ഗ്രാമത്തിൽ വന്നപ്പോൾ ഒരേ പേരിലുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ പേര് മാറി ഒരു സ്ത്രീനെ പിടിച്ചുകൊണ്ടുപോയി ജയിലിലിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അവരല്ല പിടിക്കേണ്ടിരുന്നു, വേറൊരാളാണ്. അപ്പോൾ തിരിച്ചു കൊണ്ടുപോയിട്ടു മറ്റേയാളെ പിടിച്ചുകൊണ്ടുപോയി. അപ്പം പൗരത്വം ഇല്ലെങ്കിൽ എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഒരു അവകാശവും ഇല്ലാത്ത ഒരു സംഗതിയായിട്ട് ആളുകളെ മാറ്റാം എന്ന സ്റ്റേറ്റ് ധാരണയും ഒരു പൊതുബോധം ഉണ്ടായതാണ്. പക്ഷെ സത്യത്തിൽ പൗരത്വത്തിന് അങ്ങനത്തെ ഒരു ഇതില്ല. ലോകത്തെല്ലാവരും അംഗീകരിച്ച സാധനമാണ്, അല്ലെങ്കിൽ ലോകത്തെല്ലാ സ്റ്റേറ്റുകളും അംഗീകരിക്കുന്ന സാധനമാണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ളത്. അതനുസരിച്ച് എന്താണ് എല്ലാ മനുഷ്യന്മാരും എന്ത് അവകാശങ്ങളുണ്ട്. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെയർ മിനിമമായിട്ട് സ്റ്റേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് സ്റ്റേറ്റ് ഒരിക്കലും ഒരാൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്ന ഒരു സാധനമല്ല. അത് മാനിക്കുകയും അതിനെ നിയന്ത്രിക്കാനും ഉള്ള അവകാശമേ സ്റ്റേറ്റിനുള്ളൂ. പല ഘട്ടങ്ങളിലായിട്ട് അനുപാതപൂർവ്വം എന്തൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അതിൻ്റെ അപ്പുറത്തേക്ക് എന്ത് ചെയ്യാൻ പാടില്ല.
സ്റ്റേറ്റ് നിങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളന്ന് ഒരു ഉമ്മ ഈ ഫോറിനറായിട്ട്, അതായത് അവരുടെ ഭർത്താവും കുട്ടികളും ഇന്ത്യനാണ്, അവർ മാത്രം എന്താണ് ഇന്ത്യൻ സിറ്റിസൺ അല്ല എന്നാണ് അവിടുത്തെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരുപാട് കേസുകളുണ്ട്. അങ്ങനെ വരാൻ കാരണം എന്തായിരിക്കും? ഡോക്യുമെന്റൽ ഇഷ്യൂസ്. ഡോക്യുമെന്റിൽ ഉണ്ടാകുന്ന ഇഷ്യൂസാണ്. നമ്മൾക്ക് ഒന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചെറിയ കുത്ത് കോമൊക്കെ ഒക്കെ പേരിലാണ്. ആ ഡോക്യുമെന്റേഷനിൽ തെറ്റ് വരുത്തുന്നത് ശരിക്കും എന്തായിരിക്കും, അവിടെ വന്നുള്ള സർവേയൊക്കെ ആയിരിക്കും തെറ്റ് വരുത്തിയിട്ടുണ്ടാവും. പക്ഷേ ബേർഡൻ ഓഫ് പ്രൂഫ് ആയിരിക്കാണ്. സ്വാഭാവികമായിട്ട് ഒരു ജസ്റ്റിസിൽ ആരാണോ അക്യൂസ് ചെയ്യുന്നത്, ഇപ്പം നീ പറയാണ് ഞാൻ ഒരു സാധനം കട്ടിട്ടുണ്ടെന്നെങ്കിൽ നിന്റെ എന്തോ കാണാണ്ടായിരുന്നു ആദ്യം നീ തെളിയിക്കണമല്ലോ. ഇതങ്ങനെയല്ല, നീ പറയാണ് ഞാൻ കട്ടിട്ടുണ്ട് എന്നുള്ളത്, അപ്പം ഞാൻ കള്ളനായി. പക്ഷെ ഞാൻ തെളിയിക്കണത് ഞാൻ കട്ടിട്ടില്ല, നിന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു സാധനം ഇല്ല, നിന്റെ നീ ആയിട്ടൊരു ബന്ധമില്ല എന്നുള്ളത് ഞാൻ തെളിയിക്കണം. ആരെ മുന്നിൽ തെളിയിക്കണം? നിന്റെ മുന്നിൽ തന്നെ തെളിയിക്കണം. നീയാണ് കോടതി, നീയാണ് അവിടുത്തെ സാക്ഷി, നീയാണ് അവിടുത്തെ പരാതിക്കാരൻ. അങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ ഒരു പൗരനായിട്ട് അല്ലെങ്കിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന ആളുകളാണ് അവിടെ ഉള്ളത്. അതാണ് ആസാം. നമ്മൾ ക്യാമ്പുകൾ മാത്രമല്ല, ഞങ്ങൾ ഒരു ഉപ്പ ഈ അവരെ ഫോറിനറായിട്ട് ഡിക്ലെയർ ചെയ്തപ്പോൾ ഓടിപ്പോയി. പിന്നെ അവരെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്ത് സംഭവിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഉമ്മാനെ രാത്രി നമ്മൾ പോയിട്ട് കാണുന്നത്, ഉമ്മ എന്താക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാത്രി വരെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുറത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയാണ്. കാരണം അവിടെ പൗരത്വം നോക്കാൻ വേണ്ടി BSFൻ്റെ ആൾക്കാർ, പോലീസ് എപ്പോഴും കറങ്ങി നടക്കുന്നുണ്ടാവും. അപ്പോൾ രാത്രി വരെ കാട്ടിലും മറ്റുമൊക്കെ നടന്ന് വീട്ടിലെന്ത് ചെയ്യും, രാത്രിയോ അല്ലെങ്കിൽ ആരും കാണാത്ത സമയത്തോ വരിക മാത്രം ചെയ്യുന്ന ആളുകൾ, മനുഷ്യന്മാരുടെ ജീവിതം മൊത്തം ഒളിച്ചു നിൽക്കുന്ന, കുടുംബത്തിനെ ദൂരെ നോക്കി കാണുന്ന ഉമ്മമാരെ കണ്ട നാടും കൂടിയാണ് ആസാം.